പാരാസൈക്കോളജി ടേമായ ടെലിപ്പതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ടെലിപ്പതി എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡാണ്. ടെലി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, പതിയ എന്ന് പറഞ്ഞാൽ ഫീലിംഗ്. എത്ര ഡിസ്റ്റൻസിലുള്ള ആളുടെയും തോട്ട് ഇവിടെ ഇരുന്ന് റിസീവ് ചെയ്യുക, അതാണ് ഈ ടെലിപ്പതി എന്ന് പറഞ്ഞാൽ. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ തോട്ട് എന്താണെന്ന് മനസ്സിലാക്കും ഇവിടെ ഇരുന്ന്. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ടെലിപ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പലർക്കും അങ്ങനെ പറ്റാറുണ്ട്. അവന് കേരളത്തിലുള്ള സ്ത്രീയുടെ മോൻ USA-ലായിരുന്നു. കേരളത്തിലുള്ള USA-ലുള്ള ആ മോന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് തലേൻ്റെ തലേദിവസം ഈ സ്ത്രീക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാവുകയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചു, അവനാകെ വയ്യാണ്ട് കിടക്കുകയെന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവർക്ക് അവരുടെ ഈ മോൻ്റെ കൂട്ടുകാരൻ വിളിച്ച് പറഞ്ഞു ആക്സിഡൻറ്റിൽ കിടക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് കൂടുതൽ വിഷമങ്ങളായി. ഈ അമ്മ ഇങ്ങനെ പലതവണ വിഷമിച്ചിരിക്കും, ഉറങ്ങാണ്ടിരിക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ പിന്നെയും മോനെ ഈ ആക്സിഡൻ്റൊക്കെ പറ്റുമോ എന്നുള്ള ഒരു തോന്നൽ ഈ അമ്മയ്ക്ക് വന്നു തുടങ്ങി. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടാണ് ഈ അമ്മ ഇവിടെ എന്നെ കാണാൻ വന്നത്. കാണാൻ വന്നപ്പോൾ അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കണ്ടേ അമ്മയ്ക്ക് എന്താ സംഭവിക്കണേ കാര്യം. അപ്പോൾ അമ്മയ്ക്ക് രാത്രി ഉറങ്ങാൻ പറ്റണില്ല, ഇങ്ങനെ ഡിസ്റ്റൻസ് ഫീലിംഗ്, അവനെന്തോ സംഭവിച്ചു, അവൻ ജീവിച്ചിരിക്കണില്ല എന്നൊക്കെ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കണം എപ്പോഴും. ആ തോന്നിക്കൊണ്ടിരിക്കണതാണ് എനിക്കിപ്പോൾ അസ്വസ്ഥ ഉണ്ടാക്കണത്. ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഉറങ്ങാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ല. അപ്പോൾ ഈ അമ്മ എന്താ ചെയ്യണേ, ആ ഡിസ്റ്റൻസിലുള്ള അവൻ്റെ തോട്ട് റിസീവ് ചെയ്യണം ഇവിടെ ഇരുന്ന് ചെയ്യണേ. ഈ അമ്മയുടെ തോട്ടും അവൻ റിസീവ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് എന്ത് മനസ്സിൽ തോന്നുന്നു അതും അവന് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അമ്മയുടെ തോട്ടും. അപ്പോൾ രണ്ട് പേർക്കും ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഈ അമ്മ അവിടെ വന്ന് പെടണേ. അപ്പോൾ അമ്മ വന്ന് പെടുമ്പോൾ ഇതിനെ ഏറ്റവും ചെയ്യണ ഇതെന്താണ്, റിസീവ് ചെയ്യണ തോട്ടെന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ, റിസീവ് ചെയ്യണ വൈബ്രേഷൻ നമ്മളത് ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങും കൂടി ഇല്ലാണ്ടാക്കുക. അങ്ങനെ ആയാലേ അമ്മയ്ക്ക് സ്വസ്ഥത കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. മകൻ്റെ അങ്ങനെ ഇല്ലാണ്ടാക്കിയാലേ മകനൊരു സ്വസ്ഥത കിട്ടുള്ളൂ. അങ്ങനെ മകനായിട്ട് സംസാരിച്ചു. അപ്പോൾ മകനായിട്ട് സംസാരിച്ചപ്പോഴും മകനും ഇങ്ങനത്തെ ഒരു തോട്ട് ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നു. അത് വൈബ്രേഷനാണ്, നമ്മുടെ മൈൻഡിൻ്റെ വൈബ്രേഷൻ അമ്മയുടെയും വൈബ്രേഷൻ മോൻ്റെ അടുത്തേക്ക് ചെല്ലുകയും മോൻ്റെ വൈബ്രേഷൻ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഈ വൈബ്രേഷൻ ഡിസ്കണക്ട് ചെയ്താൽ മാത്രമേ ഇവരുടെ തോട്ട് മനസ്സിൽ നിന്ന് അവസാനിക്കുള്ളൂ. ആ തോട്ടുള്ളിടത്തോളം ഇവർക്ക് സ്വസ്ഥത കിട്ടില്ല, സമാധാനം കിട്ടില്ല. ആ മോന് അവിടെ ജോലി ചെയ്യാനും പറ്റില്ല. ആ മോനായിട്ട് കുറേയേറെ സംസാരിച്ചു, അമ്മയായിട്ട് സംസാരിച്ചു. രണ്ടുപേരെയും കൗൺസിലിങ് ചെയ്ത് ഇവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കി ഈ തോട്ട് റിസീവ് ചെയ്ത് അവസാനിപ്പിച്ചാണ് കൗൺസിലിങ്ങിൽ കൂടി വിട്ടത്. ഇപ്പോൾ അവർ സുഖപ്രദമായിട്ട് ജീവിക്കുന്നു രണ്ടുപേരും.